നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഈ കേരളത്തിൽ നമുക്ക് മണ്ണില്ലേ, അത് അഭിമാനം. കരിക്ക് മുറിച്ചിട്ട് അത് ആഘോഷിക്കണം ശരിക്കും. കാരണം പിറന്നാളല്ലേ. ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായിനി, ജാതി വ്യവസ്ഥ, ജന്മിത്വം, നാടുവാഴ്ത്തം, ഇതിന്റെ സകല കുന്ത്രാണ്ടം കൊണ്ടായിട്ട് എല്ലാം തൂത്തെറിഞ്ഞിട്ട് നവകേരളം. പിന്നെ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ അന്ന് ഇപ്പൊ 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുന്നതാണ്. ഈ നാടിന്റെ സുഖടൊക്കെ കിട്ടില്ല അല്ലേ? നമുക്ക് നടന്നാലോ? പിന്നെ കേട്ടോ. ഓ എപ്പോഴെങ്കിലും ആലോചിച്ചാ നമ്മ ഇപ്പുറത്തായതുകൊണ്ട് മലയാളിയായി. അതെ, അല്ല ഒരു കണക്ക് എനിക്ക് കേരളത്തിൽ ജനിച്ചു നന്നായി സന്തോഷം. എന്താ പറയുക, നമ്മുടെ കേരളത്തിന്റെ നാടാ കേരളം. അല്ലെങ്കിൽ ഇപ്പൊ കന്നഡ കൊത്തി കൊത്തി ഞാൻ നിങ്ങളെ തളർന്നിട്ടുണ്ടായി. അതെ അതെ ശരിയാ. അല്ല, നിങ്ങൾക്ക് അറിയുന്ന കന്നഡ പറഞ്ഞേ. അറിയുന്ന കന്നഡ പറയാ, അറിയുന്ന ഏതെല്ലാം അറിയുന്ന എനിക്ക് ആകെ ചോറുണ്ട് മാത്രം ഊട്ടായിത്തു. അത് ആദ്യം പഠിച്ചു. എവിടെ പോലെ ഇത് ഹിന്ദിയിലായാലും മലയാളത്തിലായാലും ചോറ് അത് ഊട്ടായിത്തു. പിന്നെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കന്നഡ അറിയാം. എന്താന്ന് കന്നഡ ഒത്തുണ്ടോ? കന്നഡ അറിയുമോന്ന് ശരിക്കും നമ്മള് ഇവിടുന്ന് കുറച്ച് ഭാഗം നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടാണ് കേരളം രൂപീകരിച്ചത്. ഇത് ഈ കാസർഗോഡിന്റെ കുറച്ച് ഭാഗങ്ങൾ കന്നഡയിൽ കർണാടകയിലേക്ക് വേണം എന്നുള്ള ആവശ്യം അന്നും ഉണ്ടായിരുന്നു. പക്ഷെ വിവേചിച്ച സമയത്ത് നമ്മൾ എല്ലാം കൂടി കേരളത്തിലായി. അതുകൊണ്ട് നമ്മളെല്ലാം മലയാളി. സപ്തഭാഷാ സംഗമഭൂമി നമ്മുടെ കാസർഗോഡ്. കന്നഡയുണ്ട്, തുളു. അത് പിന്നെ കന്നഡ, തുളു ഉണ്ട്, പിന്നെ മലയാളം ഉണ്ട്, പിന്നെ എന്താ ഇതില്ലേ ബയാരി, ലിപിയില്ലാത്ത ഭാഷ. 7 ഭാഷയല്ലേ സപ്തഭാഷ. നീ സിനിമ നോക്കീനെന്ന് പറയും, നോക്കീനൊന്ന് ഓരോ സ്റ്റൈല് മാറി. അതെ അങ്ങനെ പറയാം. അതെ. പക്ഷെ നമുക്ക് നമ്മളെ പിറന്നാളാന്ന്, കേരളത്തിലെ പിറന്നാളാന്ന്, കേരളത്തിന്റെ നാട്ടില്. അത് ഭയങ്കര അഭിമാനമാണ്. നിങ്ങൾ നടക്കുമ്പോ നോക്കണം, ഇത് നമ്മളെ പാലം നിന്നല്ല, പാലത്തിന് താഴെ വീണാലേ ഇടുന്നില്ല, മംഗലാപുരത്തേക്ക് കൊണ്ടുവരും, കർണാടകയിൽ തന്നെ കൊണ്ടുവരും. നമ്മൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രി ഒന്നും ഇല്ലല്ലോ. ഈ സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കല്ലോ നിങ്ങൾ കാസർഗോഡൻ ഭാഷയിൽ എടുത്തിട്ട് ഇടലുണ്ടാ? നിട്ടപ്രാടെ കുരിപ്പ് എന്ത് നീ കളിക്കുന്നത് അത് ചോദിച്ചു ഞാൻ സലീംക്കോട്. മറ്റേ എന്തെന്നാ എന്നെ ചീത്തൊഴിച്ച് ഞാൻ പറഞ്ഞ നല്ല മനോഹരമായ സ്നേഹത്തോടെ വിളിക്കുന്നത്. നിട്ടപ്രാണ് എന്തെന്ന് പെട്ടെന്ന് എന്നോട് എന്റെ കൈ കുടിച്ചിട്ട് ഇങ്ങനെ വിരിച്ചു. അത് നിട്ടപ്രാണ് നിന്ന് കളിക്കുന്നത്. അതുപോലെ ആവശ്യം കട്ട ജീർണം കട്ടത് പട്ടിണിക്കിഞ്ഞ് വരുമ്പോ എന്താന്ന് അന്ന് തിരിയില്ല. ഈ ചൂലിനെ മാച്ചി എന്നാ പറയല്. മാച്ചി, ഞാനിപ്പോ മാച്ചി തന്നെ പറയല്ലേ, ചൂലി എന്ന് പറയുന്നില്ല, സിനിമയാലും പറയാം. ഇപ്പൊ നിങ്ങൾക്ക് പണ്ട് നമ്മളെ വീട്ടിലെല്ലാം ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങളിൽ ഇപ്പൊ പക്ഷെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇങ്ങനെ വെള്ളം എടുക്കുന്ന പാഞ്ഞി, അതിന് കുറച്ച് വെള്ളം എടുത്തൊക്കെ മിറ്റത്ത് വെക്ക് എന്നെല്ലാം പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതിലിപ്പം പുതിയ തലമുറക്ക് ഇത് മാത്രല്ല ഇപ്പൊ ഇല്ലേ അത് കൊടുത്തു. ഇപ്പൊ ഞാൻ നിങ്ങളെ പേന കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണെടുത്തു, പെണ്ണ് എവിടെയെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനങ്ങനെ പറയുന്നത് ബേഡെടുക്ക, ബജെടുക്ക, ബന്തെടുക്ക, ബഡ്ഡെടുക്ക, കൊടുക്ക. ബസ്സിലുണ്ടായിട്ടുണ്ട് എല്ലാ സംഭവം ബസ്സിലുണ്ട്. ബേഡെടുക്ക, ബജെടുക്ക, ബന്തെടുക്ക ഇല്ലതാ. ഈ വട്ടിയെടുക്കാൻ കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയ കേരളം പറയുക പോലെ ഒരു പുതിയ സംസ്ഥാനം പോലെ പുതിയ നാട് ഞാൻ ഉണ്ടാക്കി. രണ്ടും ഇല്ല, വട്ടിയെടുക്കാൻ കൊടുക്കാം. അത് ഞാൻ പിന്നെ എറണാകുളത്ത് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് എന്തൊരു പേപ്പറിൻ്റെ ഒരു വേസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ വന്നിട്ട് ചോദിച്ചു ആ പേപ്പർ അവിടെ വെച്ചു. ഞാൻ പറഞ്ഞു അത് ചാടി. ഒറ്റ ചാടല് അല്ല സത്യം സംഭവിച്ചേ, അത് ചാടി. അപ്പോൾ ഓൻ കുറച്ചു നേരം ഇങ്ങനെ ഉണ്ട്, ചാടിയോ പേപ്പർ സ്വയം എടുത്തിട്ട് ചാടിയെന്നാണ്. ഇലയെടുത്ത് ചാടിയെന്ന് പറഞ്ഞിട്ട് പണ്ട് സദ്യക്ക് ഇലയെടുത്തിട്ട് തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും ഇങ്ങോട്ട് വന്ന കാസർഗോഡ് ഒരു കോളേജ് സ്റ്റുഡന്റ്, വീട്ടിലെ സ്റ്റുഡന്റ് അപ്പുറം. അപ്പൊ ഇവൻ നേരത്തെ എണീച്ചു പോയി. എണീക്കുമ്പോ അവർക്ക് കഴിഞ്ഞു തൃശ്ശൂർക്കാർക്ക്. ഇലയെടുത്ത് അങ്ങോട്ട് ചാടിയ ഇവൾ ഇലയെടുത്തിട്ട് ഒരു ചാട്ടം. അത് നടത്താൻ പോവാ. അങ്ങനൊക്കെ ഒരു സംഭവം അറിയില്ല മനുഷ്യൻ. അങ്ങനെ ആയിരിക്കും ആചാരങ്ങൾ, അതിനെ കുറവ് വരുത്താൻ പാടില്ല. പാവെടുത്ത് ജസ്റ്റ് ഒന്ന് ചാടി. അപ്പൊ നോക്ക് എന്താണ് കളിക്കുന്നത്, അങ്ങാടെ കൊണ്ടിട്ടെ എന്നിട്ട് നോക്ക് തിരിച്ചിട്ടാ. അപ്പൊ കേരളപ്പിറവിയായിട്ട് ഇത്രയല്ലാന്ന് കാസർഗോട്ടെ വർത്താനം. കേരളപ്പിറവി നമ്മളെ ശരിക്കും ഭയങ്കര ആഘോഷിക്കേണ്ടത് തന്നെയാണ്. കേരളത്തിന്റെ പിറന്നാൾ ഇനി മുതൽ നമുക്ക് കരിക്ക് മുറിച്ച് ആഘോഷിക്കണം. കരിക്ക് മുറിച്ച് ആഘോഷിക്കണം തീർച്ചയായും. സന്തോഷമാണ് ഈ നാട്ടിൽ ജനിച്ചത്, ജീവിക്കുന്നത്, എല്ലാം സന്തോഷമാണ്. കേരളം അഭിമാനം. അപ്പോൾ ഓക്കെ സന്തോഷം.